നമ്മുടെ ഈ കപ്പൽ രാത്രി കാലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ടൈമിൽ ഫുൾ ഇരുട്ടായിരിക്കും. അത് മാത്രമല്ല ചില സമയത്ത് മൂടൽ മഞ്ഞും കാണും. ഈ സമയത്തൊക്കെ ഈ കപ്പൽ മറ്റ് കപ്പലുകളെ എങ്ങനെയാണ് തിരിച്ചറിയുന്നതും മുൻപിലിരിക്കുന്ന അപകടങ്ങളൊക്കെ എങ്ങനെയാണ് അറിയുന്നതെന്ന് അറിയാമോ ആർക്കെങ്കിലും? ഇതെല്ലാം തിരിച്ചറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റാണ് റഡാർ. ഇത് നമ്മുടെ എക്സ്ബാൻഡ് റഡാറാണ്. പിന്നെ ഇതിനകത്ത് ഈ കാണുന്ന ഈ മഞ്ഞ ഡോട്ടുകളില്ലേ, ഇതെല്ലാം ഓരോ കപ്പലുകളാണ്. കപ്പലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇത് പിന്നെ കരയാണ്, ഇതാ കാണുന്ന കരയാണ്. അപ്പോൾ നമ്മുടെ ഇത് ഓരോ റേഞ്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 3 നോട്ടിക്കൽ മൈലാണ്. ഇത് നമ്മുടെ കപ്പലാണ് ഈ സെൻറ്ററിൽ വരുന്നത്. ഇവിടെ നിന്ന് 3 നോട്ടിക്കൽ മൈൽ ദൂരമുള്ള എല്ലാ സാധനവുമാണ് ഇപ്പം കാണിക്കുന്നത്. ഈ റേഞ്ച് മാറ്റിക്കഴിഞ്ഞാൽ അതിന് കൂടുതലും കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അതൊരു കപ്പൽ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. ആ കപ്പൽ നമുക്ക് ഇതിനകത്ത്, ഇതാണ് ആ കപ്പൽ, കണ്ടില്ലേ? അപ്പോൾ നമ്മളെ കപ്പലിൽ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് നോക്കണമെങ്കിൽ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ടാർഗറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കപ്പലിൽ നിന്ന് 0.7 നോട്ടിക്കൽ മൈൽ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, അതായത് 7 കേബിൾ. അപ്പോൾ അതിൻ്റെ ദിശയെന്ന് പറയുന്നത് 194.8 ഡിഗ്രിയാണ്. അതായത് നമ്മുടെ ഷിപ്പിൻ്റെ ഹെഡിങ് ഇപ്പോൾ 150 ആണ്. നമ്മുടെ ഷിപ്പ് നോക്കി നിൽക്കുന്ന 150 ഡിഗ്രിയാണ്. അപ്പം ആ കപ്പൽ നിൽക്കുന്ന ദിശ 195 ഡിഗ്രിയാണ്. അങ്ങനെയാണ് റഡാർ വെച്ചിട്ട് നമ്മൾ ഒരു കപ്പലിൻ്റെ ദൂരവും ദിശയും കണക്കാക്കുന്നത്. സാധാരണ കപ്പലുകളിൽ 2 ടൈപ്പ് റഡാർസാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ഈ എക്സ് ബാൻഡും മറ്റത് എസ് ബാൻഡും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എക്സ് ബാൻഡിൻ്റെ വേവ് ലെന്ത് 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ്, നമുക്കിത് ചെറിയ കുഞ്ഞ് ബോട്ട് അതുപോലെ കുഞ്ഞ് ബോയ് ഇതെല്ലാം ഇത് കൃത്യമായിട്ട് അതിൽ കാണാൻ ഇതിൽ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് വെതർ കണ്ടീഷൻ, നമ്മുടെ മഴ സമയത്തോ മഞ്ഞ് സമയത്തൊക്കെ ഇത് ആക്യുറസി കുറവായിരിക്കും. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ എസ് ബാൻഡ് ഇതിൻ്റെ വേവ് ലെന്ത് വരുന്നത് 10 cm ആണ്. അപ്പോൾ അതിൻ്റെ 10 cm എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് മഴയത്തും മഞ്ഞിലൊന്നും ഇതിന് കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ ഹയർ വേവ് ലെന്ത് കൂടുതലായതുകൊണ്ട് ഇത് പെനിട്രേറ്റ് ചെയ്ത് പോയിക്കോളും ഇതിൻ്റെ വേവ്സ്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആക്യുറസി കുറവാണ്. നമ്മുടെ എക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ടാർഗറ്റൊക്കെ ആക്യുറസി കുറവായിരിക്കും ഇതിന്. നമ്മുടെ റഡാറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ കറങ്ങുന്നതാണ് ഇതിൻ്റെ ആൻറ്റിന. ഈ ആൻറ്റിനയിൽ നിന്ന് ഹൈ ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് ഇത് എമിറ്റ് ചെയ്യുന്നത്. ഈ എമിറ്റ് ചെയ്യുന്ന വേവ്സ് നമ്മളിതാ കാണുന്ന ഈ കപ്പലുകളിലോ ഇന്ന് തട്ടിയതിന് ശേഷം തിരിച്ചു വരുന്നത് ഇത് റിസീവ് ചെയ്യും. ആ തിരിച്ചു വരുന്ന വേവ്സിൻ്റെ ടൈം എത്ര ടൈമിലാണ് അത് തിരിച്ചു വരുന്നതെന്ന് നോക്കി അത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഡിസ്റ്റൻസും ബിയറിങ്ങും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ തിരിച്ചു വരുന്ന ആ വേവ്സിനെ കാൽക്കുലേറ്റ് ചെയ്താണ് ഇതിൻ്റെ ഡിസ്റ്റൻസും ബിയറിങ്ങും ആയിട്ട് ഇതിനകത്ത് ഓരോ ടാർഗറ്റ് യെല്ലോ ബ്ലിപ്സ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു എക്യുപ്മെൻറ്റിൻ്റെ വീഡിയോ വരുന്നത് വരെ ബൈ.